കാഷ്വൽ വെയറിന് പറ്റുന്ന സെമി സിൽക്ക് സൽവാർ സെറ്റ്സ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ്, അതൊരു ഒരു ഓർഗൻസ ഫാബ്രിക്കിൻ്റെ അകത്താണ് നമ്മൾ ഇതിനകത്ത് ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ആൻഡ് അത് ട്രാൻസ്പെറൻറ്റ് ആവാതിരിക്കാനായിട്ട് അതിനകത്തൊരു ലൈനിങ് ഡീറ്റെയിലൊക്കെ കൊടുത്ത് ചെയ്തേക്കാണ് കേട്ടോ. നല്ല രസമുള്ളതാണ്. ആൻഡ് ഇൻ കേസ് നമുക്ക് ടു ഡീപ്പാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ പാനൽ ഹിയർ. അത് നമുക്കൊന്ന് ജസ്റ്റ് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ലുക്ക്, അത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ തന്നെ സെൽഫായിട്ട് തന്നെ ചെയ്യാം. ആൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിനിൻ്റെ അത് കൊടുത്തിട്ട് കുഞ്ഞ് ഷുഗർ ബീറ്റ്സ് പോലത്തെ സ്കാറ്ററോ അങ്ങനെ എന്തെങ്കിലും, കാരണം അത് ഓൾറെഡി വർക്ക് വരുന്നുണ്ട്. ലൈറ്റായിട്ട് പ്രിൻറ്റഡ് ഡിസൈനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. അത് കാന്താ വർക്ക് വെച്ചിട്ടും സീക്വൻസും ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് വന്നിട്ടാണ് ടച്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2599 ആണ്. നമുക്ക് കാഷ്വൽ ലുക്കിൽ ഇതിനെ നമുക്ക് നന്നായിട്ട് ക്യാരി ചെയ്യാം. ഇല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ഫങ്ഷൻസ് ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും നമുക്കിത് വെയർ ചെയ്യാൻ നല്ലൊരു സെറ്റാണ് കേട്ടോ. ആൻഡ് എവറിത്തിങ് കംസ് ഇൻ എ ലൈറ്റ് ബേജ് ഷെയ്ഡ്. ആൻഡ് അതിനകത്ത് കളേഴ്സ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റഡ് ഡിസൈനിൻ്റെ ഷെയ്ഡ് വേരിയേഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ടയിലും സെയിം പ്രിൻറ്റ് ആൻഡ് അതിനെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ വെച്ചിട്ട്. ആഞ്ചൽ പോർഷനിൽ സെയിം പ്രിൻ്റ് തന്നെ കുറച്ചും കൂടി വലുതായിട്ട് വന്നേക്കാനുണ്ടാവും. ആൻഡ് വി ഹാവ് എ ബോർഡർ പ്രിൻറ്റ് വിച്ച് ഇസ് സിമിലർ ടു ഒരു ഇക്കത്തിൻ്റെയൊക്കെ ഡിസൈൻസിനെ ഒന്നും കൂടെ ചെറുതാക്കി അങ്ങനത്തെ ഉള്ളൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന ലുക്കാണ്. ആൻഡ് സെറ്റൂൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ദുപ്പട്ടയും ടോപ്പും ഹൈലൈറ്റഡ് വിത്ത് എംബ്രോയിഡറി ആണ് കേട്ടോ. 3 കളേഴ്സാണ്. ഫസ്റ്റ് വി ഹാവ് എ ബ്രൗൺ ടോൺ, അതൊരു മസ്റ്റേർഡ് ടോണിലോട്ട് പോയേക്കുന്ന ബ്രൗൺ ആണ്, യെല്ലോ ഇഷ്ടിൻ്റെ അതിനകത്ത് വന്നിട്ടുണ്ട്. സെയിം ഷെയ്ഡ് സെറ്റൂൺ ബോട്ടം. ദിസ് ഇസ് ദി ടോപ്പിൻ്റെയും ലോവർ പോർഷനിൽ നമുക്ക് ഈ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിനകത്തും ആ ഒരു ബോർഡർ ലുക്കിനെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലോക്ക് പ്രിൻറ്റിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു ലുക്കാണ്. ആൻഡ് ദിസ് ഇസ് സബ്ലിമേഷൻ പ്രിൻറ്റ്. ഇതിനകത്ത് കാന്തയും ഫ്രഞ്ച് നോട്ട്സും സീക്വൻസും കുറച്ചും കൂടി ഹെവി ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ സെയിം ബോർഡർ പാറ്റേൺ വിച്ച് ക്യാൻ ബി യൂസ് ഫോർ ദി സ്ലീവ്സ്. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് നല്ലൊരു ക്ലാസിക് ലുക്കാണ്, നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന ലുക്കുമാണ്. സോ ദിസ് ഇസ് എ പിങ്ക് ഷെയ്ഡ്, ഡാർക്ക് പിങ്കിലാണ് ചെയ്തിരിക്കുന്നത്. ആണ് എൻ്റെ ലുക്ക്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് ബ്ലൂ ഷെയ്ഡും. എല്ലാ ഷെയ്ഡ്സും നല്ലതാണ് കേട്ടോ. നമുക്കത് എന്താ പറയുക, സ്റ്റാൻഡേർഡ് ക്ലാസിക് കളേഴ്സാണ്. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ടു മച്ച് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് ഏതാ വേണ്ടതെന്ന് മാത്രം പിക്ക് ചെയ്താൽ മതി. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. അത് KSD 121 എന്ന കോഡ് 2599 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനെ കാഷ്വലായിട്ടോ വർക്ക് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാനും പറ്റുന്ന സെറ്റ്സ് വിത്ത് എ പ്രിറ്റി ലേസ് ഡീറ്റെയിലിംഗ്, ഓർഗൻസ ആൻഡ് കോട്ടൺ വർക്കാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. www.aham.store. യുണീക്ക് ആയിട്ടുള്ള സൽവാർ സെറ്റ്സ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് വി ഹാവ് എ പ്ലേസ്മെന്റ് പ്രിന്റഡ് ഡിസൈൻ. അതിന്റെ കൂടെ തന്നെ അതിനകത്തൊരു വീവിംഗ് സ്റ്റൈലും കൂടെ മാറ്റി ഉള്ള ഒരു ഫീൽ നമുക്ക് അവിടെ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് അതിനകത്ത് എംബ്രോയിഡറി ഹൈലൈറ്റ്, ഹാൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റ്. ഇത് ആക്ച്വലി നമ്മൾ ക്ലോസർ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. സോ നൈസ്. അതായത് നമുക്ക് ഒരു വീവിംഗ് സ്റ്റൈൽ എന്നുള്ള തോന്നുന്ന രീതിയിലാണ് അതിന്റെ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ ഹൈലൈറ്റ് കൂടെ വരുമ്പോഴത്തേക്കും പ്രിന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റില്ല. ആൻഡ് ഓൺലി 1949. നമുക്കൊരു ഒക്കേഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ്. ഒരു ഷീനുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നമുക്കൊരു ലൈറ്റ് വീവിംഗ് സ്റ്റൈലിൽ അതിനകത്തൊരു പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റേർഡ് ഫീലിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റും ആ ഒരു ഫാബ്രിക്കിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദുപ്പട്ട ഇസ് ഓൾസോ സെയിം ഫാബ്രിക്. ദുപ്പട്ടയുടെ എഡ്ജിലായിട്ട് ഈ ബോർഡർ നമുക്കൊരു വീവ്ഡ് ലുക്കിനകത്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി സെറി ബോർഡർ ഫോർ ദ ദുപ്പട്ട ആസ് വെൽ. ആൻഡ് നമ്മുടെ ടോപ്പിന്റെ ലോ പോർഷനിലാണ് നമുക്ക് ആ ഒരു എംബ്രോയിഡറി, അതുപോലത്തെ ഉള്ള ഒരു ഫീല് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയും ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഹാവിങ് മൾട്ടി കളർ ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ ത്രെഡ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നെക്ക് ലൈനിന്റെ അവിടെ നിന്ന് നമുക്ക് ഒരു പടി ഡീറ്റെയില്, ആ പാനലിൽ ഫുൾ എംബ്രോയിഡറി തന്നെയാണ്, ഹാൻഡ് വർക്ക് തന്നെയാണ്. ഫിൽഡ് ആയിട്ട് അത് സീക്വൻസ് ലുക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തും സീക്വൻസ് വരുന്നുണ്ട്. ഈ സീരീസ് സ്റ്റിച്ചും കാന്ത ആൻഡ് ഫ്രഞ്ച് നോട്ട്സിന്റെ ഹൈലൈറ്റ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ബേജ് ഉണ്ട്, ബ്രൗൺ ആൻഡ് ദെൻ ഗ്രീൻ, അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ. ബോർഡറിനെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാനലിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ പ്രിന്റ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വി ഹാവ് ഗ്രീൻ, ദെൻ വി ഹാവ് എ പിങ്ക് പീച്ച് ഷെയ്ഡ്, ഒരു ലൈറ്റ് ഗ്രേ ടോൺ
ബ്ലൂ സ്റ്റോണിൽ ഗ്രേ ആയിട്ടുള്ളൊരു ബ്ലൂ ആണ്, ലൈറ്റ് ബ്ലൂ ആണ്, അതിനകത്തൊരു ഗ്രേ ചെയ്തും കൂടെ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണാം. BAN എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. BN109 എന്ന കോഡിലാണ് കേട്ടോ വരുന്നത്. Satin bottom and this is the ഇതിനകത്ത് എനിക്ക് ഇതും അതിൻ്റെ പ്ലേസ്മെന്റ് ആക്ച്വലി നല്ല രസമാണ്, നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ലുക്ക് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്ക് സോളിഡ് ആയിട്ട് വരെയാണ് ആ ഒരു ടെക്സ്ചർ പ്രിന്റ് വരുന്നുണ്ട്. ആൻഡ് ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ലോ പോർഷനിലായിട്ട്. ദിസ് ഇസ് ദി കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒരു സെമി സിൽക്ക് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. And then we have this dupatta. ദുപ്പട്ടയുടെ ദുപ്പട്ടയിലും ഈ ഒരു ഫുള്ളായിട്ട് നമുക്ക് സെന്റർ പോർഷനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത്. എഡ്ജിലും ഒരു കാന്ത റണ്ണിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലൂഷ് ഗ്രേ, ഒരു ബേജ് ടിൻഡർ ഗ്രേ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു സട്ടിൽ നല്ല ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ്ലി ഗ്രേ അല്ല, ബേജ് ടോണിലാണ് ഒരു ഗ്രേ ലെസ്സിനകത്ത് വന്നിരിക്കുന്നത്. ഹെഡ് ടു സിംഗിൾ ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. And then finally we have the pink beach shade. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. നമുക്ക് തീരെ കംഫർട്ട് എന്ന് വെച്ചാൽ തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്സാണ്. ക്ലാസി എലഗൻസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്കൊന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. കളേഴ്സ് നമുക്ക് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് റേഞ്ചും ടൂ മച്ച് അല്ല കേട്ടോ. ഇത്രയും ഹാൻഡ് വർക്കാണ്. ഇൻസൈഡ് പോർഷൻ നമുക്ക് തന്നെ അറിയാം ഹാൻഡിലായിട്ട് വന്നിട്ടാണെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് 1949 റേഞ്ചിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഗുഡ് ബൈ ആസ് വെൽ. ചെക്ക് ഇറ്റ് ഔട്ട്. VN109. ഇത് ബൈ ചാൻസ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് യൂഷ്വലി എൻ്റെ കയ്യിലോട്ട് വരാറേ ഇല്ല. ഡോണ മാമിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോകാറാണ് പതിവ്. ഇങ്ങ് വരെ എത്തുന്നതിന് മുന്നേ അപ്പോൾ തന്നെ ഇത് സോൾഡ് ഔട്ട് ആവാറുണ്ട് കേട്ടോ. സോ വി ഹാവ് എ സ്പെഷ്യൽ കളക്ഷൻ ഓഫ് ട്വൈൻ കട്ട് വർക്ക്. അപ്പോൾ ദിസ് ഇസ് എ ടെക്നിക്ക്. ഇത് സിംഗിൾ ഹെഡഡ് മെഷീനിൽ നമ്മൾ സിംഗിൾ നീഡിൽ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനിൽ ഹാൻഡ് ഡൺ ആയിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു പ്രോസസ്സാണ് ട്വൈൻ കട്ട് വർക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 ഡിസൈൻസ് വരുന്നുണ്ട്. ആൻഡ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്കിതിനകത്ത് കെസിയ വീവ്ഡ് ആയിട്ടുള്ള ടസേഴ്സിനകത്ത് വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് കേട്ടോ. സൽവാർ സെറ്റ്സ് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ. ഇത് എപ്പോഴും ഒരു യുണീക്ക് ലുക്ക് തരുന്നതാണ്. നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കളക്ഷനുമാണ്. വി ഹാവ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ഇൻ ദിസ് വൺ. അപ്പോൾ ഓരോന്നിൻ്റെ അകത്തും ഇപ്പോൾ ചിലതിനകത്ത് കോൺട്രാസ്റ്റ് വരുന്നുണ്ട്, ചിലതിനകത്ത് സെൽഫ് കളർ വരുന്നുണ്ട്. ഓരോന്നായിട്ട് ഒന്നായിട്ട് കാണാം കേട്ടോ നമുക്ക്. ആൻഡ് ഇത് ടസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും നമുക്ക് ഭയങ്കര ക്ലാസി ആയിട്ട് ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ആൻഡ് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് നമുക്ക് സൽവാർ എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ പോലും ആഫ്റ്റർ മൾട്ടിപ്പിൾ വെയർസ് ആൻഡ് ടേഴ്സ് ആൻഡ് ഓൾ ഹാപ്പൻ, നമ്മൾ ഒന്നത് മാറ്റി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈക്ക് ചെയ്ത് വെക്കണമെങ്കിലും ഒക്കെ നമുക്കതിനകത്ത് ഒന്ന് പ്ലേസ്മെൻ്റ് ആയിട്ടൊക്കെ കൊടുത്തൊക്കെ പിന്നെ അതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെറ്റ്സാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു റൺ ഔട്ട് ഓഫ് ഫാഷൻ. ഇറ്റ്സ് എ വെരി ക്ലാസിക് പീസ്. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഇപ്പോൾ ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് നമുക്കൊരു ബ്രൗണിഷ് ടിൻ്റാണ് വന്നിരിക്കുന്നത്, ബ്രൗണിഷ് ഗ്രേ. ആൻഡ് അതിനകത്ത് നമുക്ക് ടോപ്പിൻ്റെ യോക്ക് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സറ്റൂൺ ബോട്ടമാണ് വെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫോർ ദ സ്ലീവ്സ് ആസ് വെൽ ഇതിനകത്ത് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെയർ ചെയ്യുമ്പോഴത്തേക്ക് സ്ലീവിൻ്റെ അകത്ത് ഒരു സ്ക്വയർ പ്ലേസ്മെൻറ്റ് ഈ ഒരു പോർഷനിൽ വരുന്ന രീതിയിൽ അബ്സ്ട്രാക്ട് ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഗ്രേ പാറ്റേണിൻ്റെ അകത്ത് ഒരു വെബ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രേ പാറ്റേണിൻ്റെ അകത്ത് ഇതൊരു റീഇൻഫോഴ്സ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. വി ഹാവ് എ ഫാബ്രിക് ഇൻ ബിറ്റ്വീൻ. അതിനകത്ത് നമുക്ക് ഈ ഒരു ട്വൈനെ കട്ട് വർക്ക് ത്രെഡ് വർക്ക് ചെയ്ത് റിമൂവ് ചെയ്തെടുത്തേക്കുന്നതാണ്. ആൻഡ് ദാറ്റ് ഇത് യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്ലീക്ക് പോലത്തെ ഉള്ള ഒരു പാറ്റേൺ ആയിട്ടുള്ള സെയിം ഫാബ്രിക് തന്നെയാണ്, പക്ഷെ അത് അപ്ലീക്ക് പോലത്തെ ഉള്ള ഒരു ലുക്ക് അവിടെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ഇതിൻ്റെ ദുപ്പട്ടയാണത്, സെയിം ഷെയ്ഡ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 499 ആണ് കേട്ടോ. ആഞ്ചൽ പോർഷനിൽ നമുക്ക് ഈ ഒരു സെയിം ഇത് വരുന്നുണ്ട്. നമുക്ക് ടോപ്പിൽ വന്നിരിക്കുന്ന അതേ കെസിയ വീവിങ് പാറ്റേൺ വിത്ത് നോവൽറ്റി യാർൻസ്. ആൻഡ് ദെൻ ബോഡി ഓഫ് ദ ദുപ്പട്ട ഇസ് solid. This is the first look.
And then we have a beautiful pink shade. And ഇതും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 499 തന്നെയാണ്. ആൻഡ് ലെറ്റ്സ് സീ, നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ്. വി പാറ്റേണിൻ്റെ അകത്ത് ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആൻഡ് നമുക്കിതിനകത്തൊരു നല്ല റൗണ്ട് നെക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വി കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു വി പാറ്റേൺ വരും. സോ ഇഫ് യു വോണ്ട് ഹാവ് ഇറ്റ് യു ക്യാൻ ഹാവ് ഇറ്റ്. പക്ഷേ ഐ തിങ്ക് ഐ വുഡ് പ്രിഫർ റൗണ്ട് നെക്ക് ഓർ എ ക്ലോസ്ഡ് നെക്ക് പാറ്റേൺ. ആൻഡ് ഇതിനകത്ത് നമുക്ക് ലൈനിങ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ലുക്ക്. ആൻഡ് സ്ലീവിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇത്രയും വർക്കിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ 5 പെറ്റൽ ഫ്ലോറൽസിൻ്റെ ലുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. സെയിം ഷെയ്ഡ് സെറ്റൂൺ ബോട്ടം വിത്ത് ആഞ്ചലിൽ കെസിയ വീവിങ് ഉള്ള ദുപ്പട്ടയുമായിട്ടുള്ള കോമ്പിനേഷൻ. ലൈവ്ലി ആയിട്ടും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ പിങ്ക്, സോഫ്റ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. ആൻഡ് അതിനകത്ത് നമുക്ക് എന്ത് വർക്കാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടം അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദിസ് വൺ ഹാവ് എംബ്രോയിഡറി അറ്റ് ദി ബോട്ടം. നമുക്കിത് ലോ പോർഷനിലോട്ട് ലീഫ് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. വിത്ത് സെയിം ഷെയ്ഡിലെ ബേസ് കളറിൻ്റെ കുറച്ച് ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള ടൈൻ കോട്ട് വർക്കാണ് അതിൻ്റെ അകത്ത്. ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ടൈൻ കോട്ട് വർക്ക്. ആൻഡ് ദെൻ വി ഹാവ് സ്ലീവ്സ് ആസ് വെൽ. ഇത് നമുക്ക് വിത്തൗട്ട് ലൈനിങ് ഒക്കെ കൊടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നൊരു കാര്യം കൂടിയാണ് ടൈൻ കോട്ട് വർക്ക്. ആൻഡ് ദെൻ ദിസ് ഇസ് ദി ലുക്ക്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 5899 ആണ്. വർക്ക് കൂടുതലാകുമ്പോഴത്തേക്ക് വരുന്നൊരു ഡിഫറൻസ് ആണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. മുന്നത്തെ അകത്ത് നമുക്ക് സെയിം ഷെയ്ഡായിരുന്നു. അതിനകത്ത് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ടോൺ. ആദ്യത്തിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു. വെരി സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ടയാണ് കേട്ടോ. വെരി ഈസി ടു ക്യാരി. ഇറ്റ്സ് ലൈക്ക് പേപ്പർ സോഫ്റ്റ്. ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോസ് ഡൗൺ ലൈക്ക് ദാറ്റ്. നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് മെഹന്തി ടോണാണ്. ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിനകത്താണ് വന്നിരിക്കുന്നത്. വിത്ത് കോൺട്രാസ്റ്റ്, striking contrast of maroon, abstract floral pattern, നല്ലൊരു ചെസ്റ്റ് പ്ലേസ്മെൻറ്റ്. ആൻഡ് ദെൻ വി ഹാവ് ജസ്റ്റ് ട്വൈൻ കട്ട് വർക്ക്. അത് ആ ഒരു അപ്ലീക്ക് ലുക്ക് വരുന്നില്ല. ഭയങ്കര രസമായിരിക്കും കേട്ടോ. നമുക്ക് ആ സ്കിന്നും കൂടെയൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് വരും. ഫുള്ളി കേസ് ബാക്ക് സോളിഡ് ആണ് കേട്ടോ. എല്ലാത്തിനകത്തും ബാക്ക് സോളിഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. വെരി കംഫർട്ടബിൾ ലുക്ക്. റിയലി നമുക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മോർ ദാൻ ഇനഫാണ്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ, ദിസ് ഇസ് വെരി പ്രിറ്റി. ഇത് 499 റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്കതിൻ്റെ ഒരു ലോട്ടസ് ബഡ്സ് ആണ് കേട്ടോ അതിനകത്ത്. ലോട്ടസ് ബഡ്സ് ട്യൂലിപ്പ്, ഐ തിങ്ക് ഇറ്റ്സ് ട്യൂലിപ്പ്. ട്യൂലിപ്പ് വിത്ത് ഒരു സർക്കുലർ ഫ്രെയിം ആൻഡ് ഇറ്റ്സ് വെരി പ്രിറ്റി. ആൻഡ് സെയിം കോൺസെപ്റ്റ് തന്നെ സിംഗിൾ ട്യൂലിപ്പ് ആയിട്ടുള്ള ഒരു ലുക്കാണ് സ്ലീവ്സിൽ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. എല്ലാം നല്ല ഭംഗിയുണ്ട്. സെൽഫ് കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഒന്ന് മാത്രമേ വർക്ക് കൂടുതലായിരുന്നിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം പ്രൈസിലാണ് വന്നിരിക്കുന്നത്. 499 റേഞ്ചിൽ ടസേഴ്സിൻ്റെ അകത്ത് കട്ട് നോവൽറ്റി വീവിങ് അല്ലെങ്കിൽ കെസിയ വീവിങ്ങിൽ വന്നിട്ടുള്ള ടസേഴ്സിൻ്റെ അകത്ത് ട്വൈൻ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ. ചെക്ക് ഇറ്റ് ഔട്ട്.